ലാ ഇലാഹ ഇല്ലല്ലാഹു കൊണ്ട് ഈമാനിന്റെ വാതിൽ കടന്ന ഏതൊരു വിശ്വാസിയും സഞ്ചരിക്കുന്നത് ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന അനുരാഗ ലോകത്തേക്കാണ്. ആ ശുദ്ധ തെളിവിനെ തേടി നീ ശരിയാക്കുന്ന കപ്പലേറാണ്. തസവ്വുഫിന്റെ ചുളിവുകൾക്കിടയിലൂടെ മഅരിഫത്തിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങും. ഇറങ്ങുന്തോറും അസ്റാറുകളുടെ രസം വന്ന് നിന്നെ വരിഞ്ഞു മയക്കും. കണ്ടു കാണാത്ത ആശിഖായി നീ ഈ ദുനിയാവ് മറക്കും. നിന്റെ അനുരാഗനാഥനെ മതിമറന്ന അങ്ങനെ ഒരു സൂഫിയായി നിനക്ക് സഞ്ചരിക്കാനാകും. ഹാജി അബ്ദുർ റസാഖ് മസ്താന്റെ വിരുദ്ധങ്ങളിലൂടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഓടുവേ, ലഘു ലഘുവാതെങ്കിലും ശുദ്ധ തെളിവേ, ലോകമിന്നടിക്കാണ് ചൂളിവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഓടുവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഓടുവേ, ലഘു ലഘുവാതെങ്കിലും ശുദ്ധ തെളിവേ, ലോകമിന്നടിക്കാണ് ചൂളിവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഓടുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഓടുവേ. തൊഴിലുകളവൻ്റെ സ്വന്തമെന്നറിഞ്ഞു, കഴിവുകളിതിൻ്റെ കർത്താവെന്നറിഞ്ഞു. ആത്മീയ ലോകത്തേക്കുള്ള സഞ്ചാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾ മുഖേന 100 ഏടുകളും 4 കിതാബുകളും നൽകി. ആ വിജ്ഞാന പാല് കുടിച്ച് നീ നിന്റെ വിശപ്പ് മാറ്റുക. വഴികളതാകെ 104, വഴികളതാകെ 104, വിശപ്പിനേക വിജ്ഞാന പാല് ദായിമുണ്ടായിബായി വിളങ്ങുമൊളിവേ, ദായിമുണ്ടായിബായി വിളങ്ങുമൊളിവേ, ലഘു ലഘുവാതെങ്കിലും ശുദ്ധ തെളിവേ, ലോകമിന്നടിക്കാണ് ചുളിവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഓടുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഓടുവേ. കലിമയിലാണ്ട് കൗതുകം പൂണ്ട്, കാഫ് ഹായ ഐൻ സാദിൽ കണ്ട്. അല്ലാഹുവിന്റെ കലിമത്തിലൂടെയുള്ള ഗമനത്തിൽ നിനക്ക് ഒരുപാട് കൗതുകം കാണാനുണ്ട്. ഖുർആനിൽ മാത്രം കാണാവുന്ന വാക്കിന് ഇതിനപ്പുറം കാഫ് ഹായ ഐൻ സ്വാദ് എന്നതിന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും ആത്മാവിനും ഖുർആൻ വഴി എത്തിപ്പിടിക്കാവുന്ന അറ്റമില്ലാത്ത അനുഭവ ലോകത്തേക്കുള്ള സൂചകമായിട്ടാണ് സൂഫി കൊണ്ടുവന്നിരിക്കുന്നത്. കലിമൊഴി പാടുത്ത് അബ്ദുർ റസാഖ്, കലിമൊഴി പാടുത്ത് അബ്ദുർ റസാഖ്, കരഞ്ഞുള്ള വാക്ക് കൈയേറ്റെടുക്ക്, ഒളിവിഞ്ഞൊളിവായി വിളങ്ങുമൊളിവേ, ഒളിവിഞ്ഞൊളിവായി വിളങ്ങുമൊളിവേ, ലഘു ലഘുവാതെങ്കിലും ശുദ്ധ തെളിവേ, ലോകമിന്നടിക്കാണ് ചൂളിവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഓടുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഓടുവേ. വഹ്ദത്തുൽ വജൂദിന്റെ അനന്തവും വിശാലവുമായ കാഴ്ചയിൽ മതിമറന്ന് നിർവചിക്കാനാവാത്ത ഹക്കീനെ വിവരിക്കുകയാണ് മൗല ബുഖാരി റളിയല്ലാഹുവിന്റെ ശിഷ്യനും പ്രമുഖ സൂഫി വര്യനുമായ ഇബ്നുൽ മസ്താൻ. സൂക്ഷ്മതയിലും സ്ഥൂലതയിലും അല്ലാഹുവിന്റെ ബൃഹത് പ്രപഞ്ചം അത്ഭുതം തന്നെയാണ്. നമ്മുടെ കാഴ്ചയിൽ വളരെ വലുതെന്ന് തോന്നിക്കുന്ന സൃഷ്ടി പ്രപഞ്ചം യഥാർത്ഥത്തിൽ സൂക്ഷ്മമായ ഹഖീഖത്തിന്റെ ആധ്യാത്മിക പ്രപഞ്ചത്തിന് മുന്നിൽ അതീവ നിസ്സാരമത്രേ.
മുള്ളുമുനയിലെ 33 പട്ടണമടയ്ക്ക് வைத்தால் அந்த இறையவனுக்கு தலையுமில்லை அந்த இறையவனுக்கு தலையுமில்லை முள்ளுமுனையிலே 33 பட்டணமடய்க்கு வைத்தால் அந்த இறையவனுக்கு தலையுமில்லை அந்த இறையவனுக்கு தலையுமில்லை முள்ளுமுனையிலே 33 பட்டணமடய்க்கு வைத்தால் அந்த இறையவனுக்கு தலையுமில்லை அந்த இறையவனுக்கு தலையுமில்லை അതിന്റെ സങ്കല്പത്തിൽ ഒരു മുള്ളായിട്ടെടുക്കുക. അഖില സൃഷ്ടി വസ്തുക്കളും പദാർത്ഥങ്ങളും എടുപ്പുകളും 33 എന്ന അനന്തസംഖ്യയെ അളക്കാവുന്ന ബാഹ്യലോകങ്ങളുമെല്ലാം ആ അലിഫിന് മുകളിൽ നാട്ടി നിർത്തിയതായി നമുക്ക് നിരൂപിക്കാം. എല്ലാം നിർമ്മിച്ച അല്ലാഹുവിനും സൃഷ്ടികളെ പോലെ ഒരു തലയും ഉടലുമായുള്ള കേവല രൂപഭാഗങ്ങളിലാണോ നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നത് എന്നാണ് നബി മസ്താൻ തന്റെ ഈരടികളിലൂടെ നമ്മോട് ചോദിക്കുന്നത്. இறையவனுக்கு தலையுமில்லை இறையவனுக்கு தலையுமில்லை அந்த இறையவனுக்கு தலையுமில்லை முள்ளுமுனையிலே 33 பட்டணமடய்க்கு வைத்தால் அந்த இறையவனுக்கு தலையுமில்லை அந்த இறையவனுக்கு தலையுமில்லை 33 பட்டணமடய்க்கு வைத்தால் அந்த இறையவனுக்கு தலையுமில்லை அந்த இறையவனுக்கு தலையுமில்லை முள்ளுமுனையிலே 33 பட்டணமடய்க்கு வைத்தால் அந்த இறையவனுக்கு தலையுமில்லை அந்த இறையவனுக்கு தலையுமில்லை.